ഭരണ നേതൃത്വം ലഭിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് 6 മാസത്തിലൊരിക്കൽ പെർഫോമൻസ് അവലോകനം ചെയ്യും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്തതോടെയാണ് ഈ നീക്കം. വൻ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുമായി മുസ്ലിം ലീഗ്. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ ഓഡിറ്റിംഗ് ഒക്കെ എല്ലാ പാർട്ടികളും പിന്തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല കാര്യമാണ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു തീരുമാനവുമായാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അടക്കം മുസ്ലിം ലീഗിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിന് പ്രതിപക്ഷമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണ നേതൃത്വം നൽകുന്നവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുകയോ എന്തെങ്കിലും അഴിമതിക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ കാരണമാകുമോ എന്നുള്ള ഒരു ആശങ്കയുടെയും വിലയിരുത്തലിന്റെയും പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന് ഭരണ നേതൃത്വം ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു ഓഡിറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തിലൊരിക്കൽ ഇതിലൂടെ പ്രവർത്തനങ്ങളും പെർഫോമൻസുകളും ഓഡിറ്റ് ചെയ്യപ്പെടും. മാത്രമല്ല, എന്തെങ്കിലും വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, നടപടി സ്വീകരിക്കും എന്നടക്കമുള്ള ശക്തമായ തീരുമാനങ്ങളാണ് മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ വലിയൊരു വിജയത്തിന്റെ ഒരു ആവേശം ചോരുന്നതിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ മുസ്ലിം ലീഗ് നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി അടുത്ത ആഴ്ച തന്നെ മുസ്ലിം ലീഗ് ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണ്. ഈ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ജനപ്രതിനിധികളും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും ഈ ശില്പശാലയിൽ പങ്കെടുക്കും. എങ്ങനെ വേണം ഈ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകും. മാത്രമല്ല, അടുത്ത ആഴ്ച തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട ചുമതലകൾ എല്ലാവർക്കും തന്നെ വീതിച്ചു നൽകുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ഒപ്പം തന്നെ മറ്റുള്ള കമ്മിറ്റികളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ലീഗ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്, മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെതിരെ CPM കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ മുന്നണി രൂപീകരണത്തിനൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനും കാരണമായിരിക്കുന്നത് അത് DCC നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടിയാണെന്നുള്ള വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ്. അടുത്ത UDF യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗ് അവതരിപ്പിക്കാനുള്ള തീരുമാനം മുസ്ലിം ലീഗ് എടുത്തിരിക്കുകയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത, മുന്നണിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത്തരം ഒരു കാര്യം പ്രസന്റ് ചെയ്യുക എന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു 3 ടേം വ്യവസ്ഥ നേരിയ ഇളവോടുകൂടി മുസ്ലിം ലീഗ് നടപ്പാക്കിയിരുന്നു. ഇത് വലിയ വിജയമായി എന്നും ലീഗ് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ അടക്കമുള്ള പുതുമുഖങ്ങൾക്കൊക്കെ തന്നെ അവസരം നൽകുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെ സീറ്റുകളടക്കം പിടിച്ചെടുക്കുന്ന ഒരു മത്സരത്തിലേക്ക് അടക്കം ഈ ഒരു നീക്കം ഗുണകരമായി എന്നും ലീഗ് വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ 3 ടേം വ്യവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലോചിച്ചുകൂടാ എന്നുള്ള അല്ലെങ്കിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആലോചനയും മുസ്ലിം ലീഗിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ആഴ്ച ഭാരവാഹി യോഗം ചേരും. അതിലായിരിക്കും ഇതിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.